തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരുടെ കയ്യിലിരിപ്പിന്റെ തെളിവുകൾ വലിയ ബോംബാണെന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പക്ഷം. പക്ഷേ സാമ്പിളിനെങ്കിലും ഒരോലപ്പടക്കം പോലും മുനീറിനെ പോലെ പൊട്ടിച്ചു കാണിക്കാൻ കുഞ്ഞാലിക്കുട്ടിക്കായില്ല. കൊണ്ടുവരട്ടെ, അപ്പം നമുക്ക് മറുപടി പറയാം. ഒന്നും വന്നില്ല. താങ്കൾ ഭയക്കുന്നുണ്ടോ? ആ ഒരു വെല്ലുവിളിയെ ഭയക്കുന്നുണ്ടോ? ഒട്ടുമില്ല. റൌഫിന്റെ രേഖകൾ വ്യാജമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട്. റൌഫ് കൊണ്ടുവന്ന റൌഫ് പലയിടത്തും പ്രൊഡ്യൂസ് ചെയ്ത വ്യാജ രേഖകളാണെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അല്ല, അത് പറയേണ്ടത് പോലീസല്ലേ. പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഒരു ബോംബ് ഉണ്ടാവുന്ന പറയുന്നത് അത് കയ്യിൽ വെച്ച് പൊട്ടിക്കാതെ ശ്രദ്ധിക്കാൻ പറഞ്ഞാൽ മതി. ഇമ്മിണി വലിയ ബോംബായതുകൊണ്ടാവും വിനീതനായ കുഞ്ഞാലിക്കുട്ടി മുന്നണി നേതാവ് ഉമ്മൻചാണ്ടിക്ക് കൈമാറിയത്. ഞങ്ങൾക്ക് ഗൂഢാലോചനക്ക് തെളിവുണ്ട്. അതെന്ത് ചെയ്യണം, തെളിവുകൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, അതിൻ്റെ നിയമവശം കാര്യങ്ങളെല്ലാം നാളെ UDF നേതാക്കന്മാർ പരിശോധിക്കണം. എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചു. ഇനി ഞങ്ങൾ പാർട്ടി മീറ്റിംഗ് ഞങ്ങൾ വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പുതിയ രാഷ്ട്രീയ സംഭവവികാസങ്ങളും എല്ലാം സംസാരിച്ചു. ബാക്കി കാര്യങ്ങൾ എല്ലാ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനായിരുന്നു. അല്ല, ഞങ്ങൾ എല്ലാ ആസ്പെക്റ്റും ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് ഡിസ്ക്ലോസ് ചെയ്യുന്ന യഥാസമയം ഞങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാം. അത്രയും പറയാനല്ലോ ഈ ഘട്ടത്തിൽ. അവർ പല കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തന്നിട്ടുണ്ട്. അവർ എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ കാര്യം UDF മറ്റ് നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും. പാവം ഉമ്മൻചാണ്ടി വെടിമരുന്നു ശാലയാണ് കയ്യിൽ. ഇതൊക്കെ എന്തു ചെയ്യും? ബദ്ധവൈരിയായ VS കൈമാറാനോ? എന്നിട്ട് സ്വന്തം മുന്നണിയുടെ കുഴി തോണ്ടാൻ മാത്രം മണ്ടത്തരമൊന്നും ഉമ്മൻചാണ്ടി കാണിക്കില്ല. പിന്നെന്തു ചെയ്യും? കയ്യിൽ വെച്ചേക്കാനോ? എന്നെങ്കിലും മുഖ്യമന്ത്രിയാകുമ്പോൾ അന്വേഷിച്ച് കണ്ടെത്താനോ? കൂടെ നിൽക്കുന്നവരെ കുരുതി കൊടുക്കുന്നയാളല്ല ഉമ്മൻചാണ്ടി എന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് തൽക്കാലം കയ്യിൽ വെച്ചാലോ? ഒരാവശ്യം വന്നാൽ മുനീറിനെതിരെയോ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയോ അല്ല മറ്റാർക്കെങ്കിലുമെതിരെയോ എറിഞ്ഞു കളിക്കാലോ? അങ്ങനെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിക്കുന്നയാളുമല്ല ഉമ്മൻചാണ്ടി. സസ്പെൻസ് വേണ്ട. വെടിമരുന്ന് ശാല മുഴുവൻ പരിശോധിച്ച ഉമ്മൻചാണ്ടിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ. ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. അയ്യേ,